നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിന് വിപുലമായ ഒരുക്കം. ഫെബ്രുവരി 4-ന് സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. ആരിക്കാടി ടോൾ പ്ലാസയിൽ നിന്നും യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ സമരസമിതി തീരുമാനം. ഇതിനിടെ ടോൾ പ്ലാസയിൽ നിന്ന് ജീവനക്കാരെ താൽക്കാലികമായി പിൻവലിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ഞായറാഴ്ച മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ഉദ്ഘാടനം ചെയ്യും. സകല മേഖലകളെയും തൊട്ടും തലോടിയും രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. കാസർഗോഡ് വികസന പാക്കേജിന് 80 കോടി രൂപ വകയിരുത്തി. ദേശീയപാതയിലെ പിലിക്കോട് മട്ടലായയിൽ ടയർ പൊട്ടിത്തെറിച്ച് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് തകർന്നു. 3 പേർക്ക് പരിക്ക്. കാസർഗോഡ് യുവാവിനെ ലോഡ്ജ് മുറിയിൽ ആക്രമിച്ച് പണം തട്ടിയെടുത്തതായി പരാതി. സംഭവത്തിൽ 4 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. മാക്ബത്തായി നിറഞ്ഞാടി കാഞ്ഞങ്ങാട്ടെ C നാരായണൻ. ഹോസ്ദുർഗ് UBMC സ്കൂളിലാണ് സോളോ ഡ്രാമ അരങ്ങിലെത്തിയത്. വാർത്തകൾ വിശദമായി. സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിന് വിപുലമായ ഒരുക്കം. കുണിയയിലെ പ്രത്യേകം സജ്ജമാക്കിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിൽ ഫെബ്രുവരി 4-ന് സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഗ്ലോബൽ എക്സ്പോ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും. കുണിയയിൽ സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. 3 ദിവസത്തെ പ്രതിനിധി ക്യാമ്പിൽ 33,313 പേർ മുഴുവൻ സമയവും പങ്കെടുക്കും. ഇതോടെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിച്ച് പങ്കെടുക്കുന്ന ക്യാമ്പ് എന്ന ഗിന്നസ് റെക്കോർഡ് ഇത് നേടും. ഗ്ലോബൽ എക്സ്പോ, ഗ്ലോബൽ ഉലമ കോൺക്ലേവ്, നാഷണൽ എജു കോൺക്ലേവ്, പൊതുസമ്മേളനം തുടങ്ങിയവ 5 ദിവസങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദികളിലാണ് നടക്കുക. 4-ാം തീയതി 2:30-ന് തളങ്കരയിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് പതാകകളുമായി ഘോഷയാത്രയും വോളണ്ടിയർ റൂട്ട് മാർച്ചും നടക്കും. തുടർന്ന് സമ്മേളന നഗരിയിൽ സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പതാക ഉയർത്തും. ശേഷം സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളും സാദാത്യങ്ങളും പോഷക സംഘടനാ നേതാക്കളും ചേർന്ന് 99 പതാകകളും ഉയർത്തും. വൈകിട്ട് 4 മണിക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 5-ാം തീയതി വേദി 1-ൽ 10,000 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ക്യാമ്പും ഉച്ചകഴിഞ്ഞ് വേദി 2-ൽ നേതൃസംഗമവും നടക്കും. വൈകിട്ട് നടക്കുന്ന ആത്മീയ സംഗമം പാണക്കാട് നാസർ ഹൈ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 6-ാം തീയതി ഉച്ചയ്ക്ക് 2:30-ന് ജൻസി അസംബ്ലി മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. രാത്രി 7-ന് മീഡിയ സെമിനാറും 9-ന് ക്യാമ്പസ് കോൺക്ലേവും നടക്കും. ആദർശം, വിശുദ്ധി, നൂറ്റാണ്ടുകൾ എന്നീ വിഷയങ്ങളെ അധികരിച്ച് 16 പഠന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച് നടത്തുന്ന 33,313 പേർ പങ്കെടുക്കുന്ന പഠന ക്യാമ്പ് 6-ന് വൈകിട്ട് 4 മണിക്ക് തുടങ്ങും. SYS സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് കോയ തങ്ങൾ ജമുല്ലൈലി തങ്ങളുടെ അധ്യക്ഷതയിൽ ഡോക്ടർ റാഫി റിവായി ഇറാഖ് ഉദ്ഘാടനം ചെയ്യും. 7-ന് രാവിലെ 10 മണിക്ക് വേദി 2-ൽ കൾച്ചറൽ മീറ്റ് ശശി തരൂർ MP ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരോഗ്യ സെമിനാറും രാത്രി 7 മണിക്ക് മൈത്രി സംഗമവും നടക്കും. മൈത്രി സംഗമം മുൻ കേന്ദ്രമന്ത്രി മണിശങ്കർ അയ്യർ ഉദ്ഘാടനം ചെയ്യും. കഥാകൃത്ത് T പത്മനാഭൻ മുഖ്യാതിഥിയായിരിക്കും. വേദി 3-ൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നാഷണൽ എജു കോൺക്ലേവും രാത്രി 7-ന് വെൽവിഷേഴ്സും നടക്കും. 8-ാം തീയതി രാവിലെ 11:30-ന് സനായി ബിരുദദാനവും 1 മണിക്ക് ക്യാമ്പ് സമാപന സംഗമവും നടക്കും. അസ്കർ അലി ഫൈസി പട്ടിക്കാട് ഉദ്ഘാടനം ചെയ്യും. വേദി 2-ൽ രാവിലെ 8:30-ന് പ്രവാസി സംഗമം, വേദി 3-ൽ രാവിലെ 9 മണിക്ക് ഗ്ലോബൽ ഉലമ സമ്മിറ്റും നടക്കും. 8-ന് വൈകിട്ട് 4 മണിക്ക് ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സമാപന പൊതുസമ്മേളനം ദേശീയപാതയോരത്ത് കുണിയയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടക്കും. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ഈജിപ്ത് അൽ അസ്ഹർ സർവകലാശാല റെക്ടർ ഡോക്ടർ സലാമ ജുമുഅ ദാവൂദ് ഉദ്ഘാടനം ചെയ്യും. കുഞ്ഞിക്കോയ തങ്ങൾ കുമ്പോൾ പ്രാർത്ഥന നടത്തും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തും. സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ ശതാബ്ദി സന്ദേശം നൽകും. സമസ്ത സെന്റിനറി അവാർഡ് ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിക്ക് സമ്മാനിക്കും. മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ, A സിദ്ധരാമയ്യ, MK സ്റ്റാലിൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, ബംഗളൂരു ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ NA ഹാരിസ് എന്നിവർ പങ്കെടുക്കും. കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഇബ്രാഹിം അഹമ്മദ് അലി ഹാജി കുണിയയ്ക്ക് ഉപഹാരം സമ്മാനിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഗ്ലോബൽ എക്സ്പോ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.
സമസ്ത കേരള ജമിയത്ത് ഉലമയൊക്കെ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം ഇവിടെ നിലനിർത്താൻ വേണ്ടി, മനുഷ്യ സ്നേഹം ഇവിടെ നിലനിർത്താൻ വേണ്ടി, ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം അത് നിലനിർത്താൻ വേണ്ടി, അതോടൊപ്പം സമസ്ത കേരള ജമിയത്ത് ഉലമക്ക് അതിൻ്റെ പ്രത്യേകമാവുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്. അത് വിശുദ്ധമാവുന്ന ഈ ദീൻ മഹാനാവുന്ന നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വിശുദ്ധരാവുന്ന ഒരു പറ്റം ആളുകൾ അതിനെ ഏറ്റെടുത്തു. അവരിൽ നിന്ന് വിശുദ്ധരാകുന്ന മറ്റൊരു വിഭാഗം, അങ്ങനെ വളരെ വിശുദ്ധമായ പാരമ്പര്യത്തിൽ കൂടി ലഭിക്കപ്പെട്ട ഈ ആശയങ്ങളും ആദർശങ്ങളും ഈ ആചാരങ്ങളും ഈ ചര്യകളും ഈ കർമ്മങ്ങളൊക്കെ ഇവിടെ സംരക്ഷിക്കപ്പെടണം. അതാണ് സമസ്ത കേരള ജമിയത്ത് ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽപ്പെട്ടത്. അതോടൊപ്പം വിശുദ്ധ ശരീഅത്തിനോട് എതിരല്ലാത്ത വിദ്യാഭ്യാസവും ശരീഅത്തിൻ്റെ വിദ്യാഭ്യാസവും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വിദ്യാസമ്പന്നരാക്കുകയും മറ്റ് രാജ്യത്തിന് ആവശ്യമാകുന്ന സാംസ്കാരിക മേഖലകളിലും ആരോഗ്യ മേഖലകളിലും ചാരിറ്റി മേഖലകളിലൊക്കെ ശ്രദ്ധ പതിച്ചുകൊണ്ടിട്ട് ഭരണഘടനയിൽ തന്നെ അതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതുമാണ്. ആ നിലക്ക് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയാണ് സമസ്ത കേരള ജമിയത്ത് ഉലമ. കേരള മുസ്ലിങ്ങളുടെ 90% ആളുകളും ഈ സംഘടനയിൽ അണിനിരന്നവരാണ്. ഈ സംഘടനയുടെ പ്രവർത്തകരാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ നേതാക്കന്മാരാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അനുഭാവികളാണ്. സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സ്വാഗത സംഘം വൈസ് ചെയർമാൻ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമുല്ലൈലി, പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ, സമ്മേളന കോർഡിനേറ്റർ കെ മോയിൻകുട്ടി മാസ്റ്റർ, കാസർഗോഡ് ജില്ലാ സ്വാഗത സംഘം ട്രഷറർ കുനിയ ഇബ്രാഹിം ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആരിക്കാടി ടോൾ പ്ലാസയിൽ വീണ്ടും ടോൾ പിരിവ് ആരംഭിച്ചതിൽ പ്രതിഷേധം ശക്തം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫാസ്ടാഗ് ഉപയോഗിച്ച് മാത്രമാണ് പിരിവ് നടത്തിയിരുന്നത്. ഇതിനിടയിൽ ടോൾ പിരിവ് ചോദ്യം ചെയ്ത യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ സമരസമിതി തീരുമാനം. പ്രതിഷേധം ശക്തമായതോടെ ടോൾ പ്ലാസയിൽ നിന്ന് ജീവനക്കാരൻ താൽക്കാലികമായി പിൻവലിച്ചിട്ടുണ്ട്. ദേശീയപാതയിലെ കുമ്പള ടോൾ പ്ലാസയിൽ വീണ്ടും സ്പോട്ട് ടോൾ പിരിവ് ആരംഭിച്ചതിൽ പ്രതിഷേധം ശക്തം. ഇതോടെ ഫാസ്റ്റ് ടാഗ് ഉപയോഗിച്ച് ടോൾ പിരിക്കുന്നുണ്ടെങ്കിലും ജീവനക്കാരെ താൽക്കാലികമായി പിൻവലിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാത്രിയുണ്ടായ അനിഷ്ട സംഭവങ്ങളും രാത്രി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ബൂത്തിലെത്തി നൽകിയ താക്കീതും കണക്കിലെടുത്താണ് തീരുമാനം. ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ബുധനാഴ്ച മാറ്റിവെച്ചിരുന്നു. ദേശീയപാതയുടെ അഭിഭാഷകൻ ഹാജരാകാത്തതിനെ തുടർന്നായിരുന്നു ഹർജി മാറ്റിയത്. ഇതിനു പിന്നാലെയാണ് ബുധനാഴ്ച വൈകുന്നേരത്തോടെ ടോൾ പിരിവ് ആരംഭിച്ചത്. ഇത് വലിയ പ്രതിഷേധത്തിനും നാടകീയ സംഭവങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ടോൾ നൽകാൻ വിസമ്മതിച്ച കാർ യാത്രികനായ യുവാവിനെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കാറിലുണ്ടായിരുന്നു. കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുകയും വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുകയും ചെയ്തു.
രാഷ്ട്രീയ കമ്മിറ്റി ഇടപെട്ടതുകൊണ്ടാണ് ഞാൻ പോലീസ് ഇടപെട്ടാണ് സംഘർഷാവസ്ഥ ഒഴിവാക്കിയത്. രാത്രി 9 മണിയോടെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ CA സുബൈർ, AK ആരിഫ്, അഷ്റഫ് കാർലെ, ലക്ഷ്മണപ്രഭു, താജുദ്ദീൻ മൊഗ്രാൽ എന്നിവർ ടോൾ പ്ലാസയിലെത്തി പ്രതിഷേധം അറിയിച്ചു. ഹർജി ഹൈക്കോടതി തീർപ്പാക്കുന്നതുവരെ ടോൾ പിരിവ് നടത്തിയാൽ തടയുമെന്നായിരുന്നു താക്കീത്. ടോൾ ബൂത്ത് ജീവനക്കാരുമായി വാക്കേറ്റവുമുണ്ടായി. ഇതൊക്കെ കണക്കിലെടുത്താണ് ടോൾ ബൂത്തിൽ നിന്നും ജീവനക്കാരെ പിൻവലിച്ചത്. ന്യൂസ് ബ്യൂറോ, കുമ്പള. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ഞായറാഴ്ച മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ഇടതുമുന്നണി വികസന മുന്നേറ്റ ജാഥയുടെ വടക്കൻ മേഖലാ ജാഥ ഫെബ്രുവരി 1 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് കുമ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് കുമ്പളയിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വൈകിട്ട് 5 മണിക്ക് കാസർഗോഡ് മണ്ഡലത്തിലെ സ്വീകരണം നുള്ളിപ്പാടിയിൽ നടക്കും. 2-ാം തീയതി രാവിലെ 10 മണിക്ക് ഉദുമ മണ്ഡലത്തിലെ സ്വീകരണ പരിപാടി പെരിയാട്ടെടുക്കത്തും, 3-ാം തീയതി കാഞ്ഞങ്ങാട് മണ്ഡലം സ്വീകരണം കോട്ടച്ചേരിയിലും, തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പരിപാടി 4-ാം തീയതി കാലിക്കടവിലും നടക്കും. തുടർന്ന് ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. വിവിധ ഘടകകക്ഷികളുടെ നേതാക്കളാണ് ജാഥയിലെ സ്ഥിരാംഗങ്ങൾ. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന വിവേചനവും BJPയുടെ വർഗീയവും ജനവിരുദ്ധവുമായ നയങ്ങളും തുറന്നു കാട്ടുകയും LDF സർക്കാരിൻ്റെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയുമാണ് ജാഥയുടെ ലക്ഷ്യം. ജാഥ വിജയിപ്പിക്കുവാൻ ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്ന് ഇടതുമുന്നണി ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ അറിയിച്ചു. അതിൽ വടക്കൻ മേഖല ജാഥ, വടക്കൻ മേഖല വികസന മുന്നേറ്റ യാത്ര ഫെബ്രുവരി 1 മഞ്ചേശ്വരം അസംബ്ലി മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വൈകുന്നേരം 3 മണിക്ക് കുമ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. വടക്കൻ മേഖലാ ജാഥയുടെ ലീഡർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ്. ജാഥയുടെ മാനേജർ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ MP ആണ്. മറ്റെല്ലാ ഘടകകക്ഷികളുടെയും നേതാക്കൾ ജാഥയിൽ സ്ഥിരാംഗങ്ങളായിരിക്കും. KS സലീഗ CPIM, മാത്യു കുന്നപ്പള്ളി കേരള കോൺഗ്രസ് M, EP ദിവാകരൻ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു NCP, മനോജ് ചന്ദ്രൻ RJD, ബാബു ഗോപിനാഥ് കോൺഗ്രസ് S, വടകോട് മോനച്ചൻ കേരള കോൺഗ്രസ് B, അഡ്വക്കേറ്റ് AJ ജോസഫ് ജനാധിപത്യ കേരള കോൺഗ്രസ്, കാസിം ഇരിക്കൂർ INL, അഡ്വക്കേറ്റ് നൈസ് മാത്യു കേരള കോൺഗ്രസ് കറിയ എന്നിവർ ജാഥയിലെ സ്ഥിരാംഗങ്ങളായിരിക്കും. കേന്ദ്ര സർക്കാർ ഈ കേരളത്തോട് കാണിക്കുന്ന അവഗണനയാണ്. രാഷ്ട്രീയ വിവേചനപരമായ പ്രതികാരപരമായ അവഗണനയാണ് കാണിക്കുന്നത്. മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ സഹായം എത്തിക്കുന്നത് പോലും കാണിച്ച കാര്യം നമുക്ക് അറിയാം. എല്ലാ മേഖലയിലും കേരളത്തെ അവഗണിക്കുകയാണ്. മാത്രമല്ല വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തീരുമാനങ്ങളാണ് ഓരോന്നും സ്വീകരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ ഈ ജാഥയിൽ ജനങ്ങളോട് വിശദീകരിക്കും. ഒരു സംശയമില്ല, ഈ ജാഥ ജില്ലയിൽ നിന്ന് തുടക്കം കുറിക്കുമ്പോൾ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും വലിയ ജനമുന്നേറ്റമായി ഈ ജാഥ മാറും. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPI ജില്ലാ സെക്രട്ടറി CP ബാബു, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സജി സെബാസ്റ്റ്യൻ, NCP ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദ, ISJD ജില്ലാ പ്രസിഡന്റ് TP രാജു, INL ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം, NCP സംസ്ഥാന സെക്രട്ടറി ബാലൻ, RJD ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, കേരള കോൺഗ്രസ് B ജില്ലാ പ്രസിഡന്റ് നന്ദഗോപാലൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന ബജറ്റിൽ കാസർഗോഡ് വികസന പാക്കേജിന് 80 കോടി രൂപ വകയിരുത്തിയതായി ധനമന്ത്രി KN ബാലഗോപാലൻ. കേര വികസനത്തിന് 100 കോടി രൂപയും ക്ഷീരവികസനത്തിന് 128 കോടിയും മനുഷ്യ-വന്യമൃഗ സംഘർഷം നേരിടുന്നതിന് 100 കോടിയും ബജറ്റിൽ വകയിരുത്തിയതായി മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെ എല്ലാ മേഖലകളെയും സ്പർശിച്ചാണ് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചത്.
കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന വിമർശനം ആവർത്തിച്ച ബജറ്റിൽ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചതും അഷ്വേർഡ് പെൻഷൻ അടുത്ത സാമ്പത്തിക വർഷം ആദ്യം തന്നെ നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനവും DA കുടിശ്ശിക മാർച്ചിൽ പൂർണ്ണമായി കൊടുത്തു തീർക്കുമെന്ന ഉറപ്പും സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം പകർന്നു. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് 1000 കോടി രൂപയും MC റോഡ് വികസനത്തിന് 5917 കോടി രൂപയും വകയിരുത്തിയ ബജറ്റിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അതിവേഗ യാത്രാ സൗകര്യം ഉറപ്പിക്കുന്ന RRTSന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ നീക്കിവെച്ചതും പുതിയൊരു തുരങ്കപാത കൂടി പ്രഖ്യാപിച്ചതും ശ്രദ്ധേയമായി. ബജറ്റിൽ കാസർഗോഡ് വികസന പാക്കേജിന് 80 കോടി രൂപ വകയിരുത്തിയത് കാസർഗോഡിനുള്ള കരുതലായി മാറി. ഇത്തരത്തിൽ സകല മേഖലകളെയും തൊട്ടും തലോടിയുമാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ദൈർഘ്യമേറിയ 4ാമത്തെ ബജറ്റായി KN ബാലഗോപാൽ അവതരിപ്പിച്ച ഈ ബജറ്റ് മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാതയിലെ പിലിക്കോട് മട്ടലായയിൽ ടയർ പൊട്ടിത്തെറിച്ച് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് തകർന്നു. കാർ യാത്രികരായ കാഞ്ഞങ്ങാട് അരൈ സ്കൂൾ അധ്യാപകരായ 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ പരിക്കേറ്റ കാഞ്ഞങ്ങാട് അരൈ ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകരായ പിലിക്കോട് മാണിയാട്ടെ P ജിഷ, കാലിക്കടവ് ആണൂരിലെ VM രമിത്, പിലിക്കോട് കരപ്പാത്ത് റോഡിലെ MV സിഞ്ചു എന്നിവരെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ ദേശീയപാതയിലെ പിലിക്കോട് മട്ടലായയിലാണ് അപകടം. മുന്നിലെ ഇടതു ടയർ പൊട്ടുകയും കാറിന്റെ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ചു നിരങ്ങി നിൽക്കുകയുമായിരുന്നു. 1 മീറ്റർ കഴിഞ്ഞാൽ 20 അടി താഴ്ചയിൽ റോഡിന്റെ നവീകരണം നടന്നുവരുന്ന സ്ഥലമാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഡിവൈഡറിൽ തട്ടി കാർ നിന്നത്. അപകടത്തിൽ പരിക്കേറ്റ മാണിയാട്ടെ P ജിഷയ്ക്ക് നെറ്റിയിൽ ആഴത്തിൽ മുറിവുണ്ട്. മറ്റ് അധ്യാപകരുടെ പരിക്ക് സാരമുള്ളതല്ല. അധ്യാപകനായ കാലിക്കടവ് ആണൂരിലെ രമിത്താണ് കാർ ഓടിച്ചത്. അപകടം നടന്നയുടൻ അതുവഴി വന്ന കാഞ്ഞങ്ങാട് DYSP PK സുരേഷ് ബാബുവിന്റെ നിർദ്ദേശത്തിൽ നാട്ടുകാർ പരിക്കേറ്റ അധ്യാപകരെ ആശുപത്രിയിലേക്ക് മാറ്റി കാർ പാതയോരത്തേക്ക് നീക്കിയിടുകയുമായിരുന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് യുവാവിനെ ലോഡ്ജ് മുറിയിൽ ആക്രമിച്ച് പണം തട്ടിയെടുത്തതായി പരാതി. കച്ചവട ആവശ്യത്തിനായി കാഞ്ഞങ്ങാട്ടെത്തിയ മലപ്പുറം സ്വദേശി സമീറുദ്ദീനെയാണ് ലോഡ്ജ് മുറിയിൽ ആക്രമിച്ച് പണവും രേഖകളും തട്ടിയെടുത്തത്. സംഭവത്തിൽ 4 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കച്ചവടാവശ്യാർത്ഥമെത്തിയ യുവാവിനെ കാഞ്ഞങ്ങാട്ടെ ലോഡ്ജ് മുറിയിൽ നിന്ന് ആക്രമിച്ച് പണം തട്ടിയെടുത്തെന്നാണ് പരാതി. തിരൂർ കാടാമ്പുഴ കാരിക്കാടിലെ ഈ സമീറുദ്ദീനെ ആക്രമിച്ച് 22,000 രൂപയും തിരിച്ചറിയൽ കാർഡും വാഹനത്തിന്റെ രേഖകളും കവർന്നെന്നാണ് പരാതി. 12 മണി ഒരു മണിന്റെ അടുത്തായിട്ടുണ്ടാവും. അപ്പൊ കണ്ടിക്കണ് ഡോർമ വന്നിട്ട് മുട്ടണ്, പിന്നെ ആരോ. അപ്പൊ ഞാൻ പറഞ്ഞു ഡോറ് തുറക്കണ്ടെന്ന് പറഞ്ഞു ജിഷ്ണുവിനോട്. അപ്പൊ കുറച്ച് കഴിഞ്ഞൊക്കെ ഈ ജനാലിന് അടിച്ചിട്ട് ജനാൽ ഈ റൂമിന്റെ ജനാലിന്റെ ചില്ല് പൊട്ടിച്ചു. അതൊക്കെ നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ ശരിക്ക് കാണാം. അങ്ങനെ പൊട്ടിച്ചിട്ട് ലാസ്റ്റ് എനിക്ക് പേടിയായി. അപ്പൊ ഈ ജിഷ്ണു ഇതായിക്ക് ഡോറ് തുറന്നിട്ട് അവരിങ്ങോട്ട് കയറിയിട്ട് ഒരാളെടുത്ത് കമ്പിയുണ്ട്. 3 ആളാണ് അവിടെ ഉണ്ടായിരുന്ന. അതേ 3 ആള് ഒരാളടുത്ത് കമ്പിയുണ്ട്. അവര് എന്തൊക്കെ എന്നെ ചെയ്തെന്നൊരു പറയാൻ കഴിയില്ല. ആ ജാതി ചെയ്തത്. ഇതെന്താ തുണിയൊക്കെ കീറി എന്റെ ബനിയനൊക്കെ ഉള്ളില് കീറി പാട്ടിൽ ഇതായിക്ക്. അങ്ങനെ എന്റെ തല ആകെ വേദന. ഇപ്പൊ ഇത് സ്കാനിങ് എടുത്ത് കൊണ്ടുവന്നാണ് ഹോസ്പിറ്റലിൽ. അങ്ങനെ പിന്നെ എന്തു ചെയ്തു, ഇവര് എന്നെ പഞ്ഞിക്കിട്ട് അവസാനം താഴോട്ട് ഒരു മറിച്ചിടാൻ നിൽക്കുക കൊല്ലാൻ വേണ്ടിയിട്ട്. എന്റെ ചങ്കില് പിടിച്ച് എന്തെല്ലാം ചെയ്തെന്ന് പറയാൻ വയ്യ, അത്ര ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു വെച്ചാല് ഞാൻ പറഞ്ഞു എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തെന്ന് പറഞ്ഞപ്പോ അവന്മാര് കള്ളനായി, നീ മറ്റേ മലപ്പുറക്കാരനല്ലടാ, നീ മുസ്ലിം അല്ലടാ, നീ തീവ്രവാദി അല്ലടാ, നീ തീവ്രവാദം വരുത്താൻ വന്നല്ലടാ ഇവിടെ, നിന്നെ ഞങ്ങൾ കൊല്ലൂടെ ആണ്ട് കിടെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇവന്മാർ എന്നെ കൊല്ലുന്നു. അതിൽ ഞാൻ അവരെ കൈകൊണ്ട് തട്ടി മാറ്റി ഞാൻ താഴോട്ട് ഓടിയിട്ട് പിന്നെ അപ്പൊ അതിന്റെ മുമ്പ് എന്ത് ചെയ്തു, ഇവന്മാർ എൻ്റെ അടുത്ത് പേഴ്സ് പറിച്ചു. എന്റെ സുറുമ്പോട്ടിലായിരുന്നു പേഴ്സ്. ആ പേഴ്സ് പിടിച്ചു പറിച്ചു വാങ്ങി. അപ്പൊ ആ പേഴ്സിൽ തന്നെ ATM കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ്, അതേമാതിരി എന്റെ ലൈസൻസ്, എന്റെ വീട്ടിലുണ്ട് ഒരു ബൈക്ക്, അതിന്റെ പിന്നെ RC എല്ലാം ഉണ്ട്. 22,000 റുപ്യ ഉണ്ട്. പിന്നെ അതിന്റെ പുറമെ മേശം എന്റെ വണ്ടിയുടെ ചാവി ഉണ്ടായിരുന്നു. എന്റെ ജീറ്റ വണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം എടുക്കാൻ പോകുന്നത്. ഇപ്പൊ പുതിയ വണ്ടി എടുത്താണ്. അപ്പോ അതിന്റെ ചാവി മേശമുണ്ട്. അതും യവന്മാരെടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി യവന്മാർ എന്നെ വിടൂല, കൊല്ലുന്നു. സംഭവത്തിൽ അജാനൂർ വെള്ളിക്കോത്ത് സ്വദേശി ജിഷ്ണു ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്.
കോട്ടച്ചേരിയിലെ ബാറിൽ വച്ച് പരിചയപ്പെട്ട സമീറുദ്ദീനെ പിന്നീട് ആലാമിപ്പള്ളിയിലെ മദ്യശാലയിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചെന്ന് എഫ്ഐആറിൽ പറയുന്നു. പിന്നീട് പുലർച്ചെ യുവാവ് താമസിക്കുന്ന നോർത്ത് കോട്ടച്ചേരിയിലെ ലോഡ്ജിലെത്തിയ സംഘം ഇരുമ്പ് വടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം പണം തട്ടിയെടുത്തെന്നാണ് പരാതി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പക്ഷിപ്പാട്ട് 100ാം വാർഷികാചരണം ജനുവരി 31-ന് കാസർഗോട്ടും മൊഗ്രാലിലുമായി വിപുലമായ പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ്, കൊണ്ടോട്ടി മഹാകവി മൊയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി, ഇശൽ ഗ്രാമം ട്രസ്റ്റ് സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് മൊഗ്രാൽ, പുരോഗമന കലാസാഹിത്യം സംഘം കാസർഗോഡ് എന്നിവയുടെ സഹകരണത്തോടെ മൊഗ്രാലിലെ നടത്തോപ്പിൽ അബ്ദുള്ള രചിച്ച പക്ഷിപ്പാട്ടിന്റെ 100ാം വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടക്കും. ഈ മാസം 31-ന് കാസർഗോഡും ഇശൽ ഗ്രാമമായ മൊഗ്രാലിലുമായാണ് പരിപാടികൾ നടക്കുക. സാഹിത്യ സെമിനാർ, സാംസ്കാരിക സമ്മേളനം, മാപ്പിള കലകളുടെ അവതരണം, കലാകാരന്മാർക്ക് ആദരം, കലാസന്ധ്യ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. 31-ന് രാവിലെ 10 മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഭവനിൽ സാഹിത്യ സെമിനാർ നടക്കും. നൂറ്റാണ്ട് പിന്നിട്ട പക്ഷിപ്പാട്ട് എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്യും. അക്കാദമി ചെയർമാൻ ഹുസൈൻ രണ്ടത്താണി അധ്യക്ഷത വഹിക്കും. അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ ആമുഖ പ്രഭാഷണം നടത്തും. രവീന്ദ്രൻ കൊടക്കാട് സ്വാഗതം പറയും. വിവിധ വിഷയങ്ങളിലായി പ്രമുഖർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഫൈസൽ കമ്മനം പക്ഷിപ്പാട്ടിന്റെ നടുത്തോപ്പിൽ എന്ന വിഷയത്തിലും ഡോക്ടർ പി അബ്ദുൾ റസാഖ് മാപ്പിളപ്പാട്ടുകളും മലബാറിന്റെ ദൈനംദിന ചരിത്രവും എന്ന വിഷയത്തിലും ഡോക്ടർ അഭിലാഷ് മലയിൽ അക്ബർ സദകയുടെ സംശയത്തിന്റെ ചരിത്രം എന്ന വിഷയത്തിലും ഡോക്ടർ ഷീന ശുക്കൂർ മാപ്പിളപ്പാട്ടിന്റെ പെൺവർത്തമാനങ്ങൾ എന്ന വിഷയത്തിലും ഡോക്ടർ ഫാത്തിമത്ത് റംഷീല CH വടക്കേ മലബാർ മാപ്പിളപ്പാട്ടുകളിലെ പ്രാദേശിക സംസ്കൃതിയുടെ അടയാളപ്പെടുത്തലുകൾ എന്ന വിഷയത്തിലും പ്രബന്ധം അവതരിപ്പിക്കും. ഡോക്ടർ ഷംഷാദ് ഹുസൈൻ KT, മാധ്യമപ്രവർത്തകൻ TS ഷാഫി എന്നിവർ സംസാരിക്കും. സംഘാടക സമിതി ജനറൽ കൺവീനർ KH മുഹമ്മദ് നന്ദി പറയും. അന്നേ ദിവസം വൈകിട്ട് 5 മണിക്ക് മൊഗ്രാൽ GVHSS ഗ്രൗണ്ടിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാനും കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ VP അബ്ദുൽ ഖാദർ ഹാജി അധ്യക്ഷത വഹിക്കും. വർക്കിംഗ് ചെയർമാൻ KM മുഹമ്മദ് സ്വാഗതം പറയും. അക്കാദമിയെക്കുറിച്ച് സെക്രട്ടറി ബഷീർ ചുങ്കത്തറ, ജോയിന്റ് സെക്രട്ടറി ഫൈസൽ എലേറ്റിൽ എന്നിവർ സംസാരിക്കും. PTA പ്രസിഡന്റ് ലത്തീഫ് കൊപ്പളം, പക്കർ പുന്നൂർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സയ്യിദ് A മൊഗ്രാൽ, സയ്യിദ് ഹാദി തങ്ങൾ മൊഗ്രാൽ, TA ഷാഫി, AM സിദ്ദിഖ് റഹ്മാൻ, MA മൂസ, കബീർ BK, താജുദ്ദീൻ മൊഗ്രാൽ, അബ്ദുള്ള താജ്, MP അബ്ദുൾ ഖാദർ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് MV ഉദ്ദേശ് കുമാർ, PS ഹമീദ്, മുദ്രിക്കത്ത് കോട്ടപ്പുറം, മുനീർ തലശ്ശേരി, ഹനീഫ് പാനൂർ, ജാബിർ പാലത്തുങ്കര, സുബൈദ തൃക്കരിപ്പൂർ, അബ്ദുൾ ഖാദർ വിൽറോഡി, ഫാത്തിമ തൃക്കരിപ്പൂർ, ദിവ്യ കാഞ്ഞങ്ങാട്, അസീസ് പുലിക്കുന്ന്, അബ്ദുള്ള ചാല, മുഹമ്മദ് കുഞ്ഞി മൊഗ്രാൽ, അഷ്റഫ് പയ്യന്നൂർ, ഹാരിസ് തളിപ്പറമ്പ്, SK ഇക്ബാൽ മൊഗ്രാൽ, KH മുഹമ്മദ്, ജുനൈദ് മെട്ടമ്മൽ, നാസർ പറശ്ശിനി, ഹമീദ് കോളിയടുക്കം, EM ഇബ്രാഹിം മൊഗ്രാൽ എന്നിവരെ ആദരിക്കും. ഇശൽ ഗ്രാമം ട്രസ്റ്റ് സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് ചെയർമാൻ ബഷീർ അഹമ്മദ് സിദ്ദിഖ് നന്ദി പറയും. തുടർന്ന് നടക്കുന്ന കലാസന്ധ്യ അക്കാദമി വൈസ് ചെയർമാൻ പുലിക്കോട്ടിൽ ഹൈദരലി ഉദ്ഘാടനം ചെയ്യും. വിവിധ മേഖലകളിൽ അവതരണം കൊണ്ട് ശ്രദ്ധേയമായ മാപ്പിള കലകളായ ഒപ്പന, അറബനമുട്ട്, വട്ടപ്പാട്ട് തുടങ്ങിയവ അരങ്ങേറും. തുടർന്ന് മാപ്പിളപ്പാട്ടുമുണ്ടാകും. ഏറെ പ്രശസ്തമായിട്ടുള്ള പക്ഷിപ്പാട്ടിൻ്റെ 100ാം വാർഷികം സാഹിത്യ സെമിനാറും ചരിത്ര സമ്മേളനവും അതുപോലെ തന്നെ വിവിധ കലാപരിപാടികളുടെ അവതരണവും ഒക്കെയായിട്ട് കാസർഗോട്ടും മൊഗ്രാലിലുമായി സംഘടിപ്പിക്കുന്നത്. അന്ന് രാവിലെ കാസർഗോട്ട് നടക്കുന്ന സെമിനാർ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് പ്രമുഖരുടെ സാന്നിധ്യവും വിഷയാവതരണവും കൊണ്ട് ശ്രദ്ധേയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ മഹാകവി മൊയിൻകുട്ടി വൈദ്യ മാപ്പിളകല അക്കാദമിയോടൊപ്പം ഇശൽ ഗ്രാമം ട്രസ്റ്റ് സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് മൊഗ്രാലും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പുരോഗമന കലാ സാഹിത്യ സംഘം കാസർഗോഡും സഹകരിച്ചിട്ടാണ് പരിപാടി നടത്തുന്നത്. രാവിലെ 10 മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ ഓഫീസിന് സമീപത്തുള്ള കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഭവനിൽ സെമിനാർ ആരംഭിക്കും. നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്തര ആമുഖ പ്രഭാഷണം നടത്തും. ഡോക്ടർ PP അബ്ദുൾ റസാഖ്, ഡോക്ടർ അഭിലാഷ് മലയിൽ, അനീഷ് KT,
ഡോക്ടർ ഷീന ഷുക്കൂർ, ഡോക്ടർ ഫാത്തിമത്ത് റംഷീല CN എന്നിവർ പ്രബന്ധം അവതരിപ്പിക്കും. ഫൈസൽ കമ്മനം അടക്കമുള്ളവർ അതിൽ സംബന്ധിക്കും. രവീന്ദ്രൻ കൊടക്കാട് ആ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കും. വൈകിട്ട് 5 മണിക്കാണ് മൊഗ്രാലിൽ GVHSS ഗ്രൗണ്ടിൽ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്. ബഹുമാനായ CH കുഞ്ഞമ്പു MLA അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി രവീന്ദ്രൻ കൊടക്കാട്, സംഘാടക സമിതി ജനറൽ കൺവീനർ KH മുഹമ്മദ്, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ TA ഷാഫി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സയ്യിദ് A മൊഗ്രാൽ, വൈസ് ചെയർമാൻ അഹമ്മദ് സിദ്ദിഖ്, കൺവീനർ താജുദ്ദീൻ മൊഗ്രാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വില്യം ഷേക്സ്പിയറുടെ ലോകപ്രശസ്ത നാടകമായ മാക്ബത്തിൽ മാക്ബത്തായി നിറഞ്ഞാടി കാഞ്ഞങ്ങാട്ടെ C നാരായണൻ. ഹോസ്ദുർഗ് UBMC സ്കൂളിൽ ആസ്വാദക വൃന്ദത്തിന്റെ മുന്നിൽ ഡെസ്റ്റിനി ഓഫ് മാക്ബത്ത് എന്ന സോളോ ഡ്രാമ അവതരിപ്പിച്ചാണ് നാരായണൻ നിറഞ്ഞ കയ്യടി നേടിയത്. വിശ്വവിഖ്യാതനായ വില്യം ഷേക്സ്പിയറുടെ മാക്ബത്ത് എന്ന നാടകം ഒരു നൂതന ആവിഷ്കാരമെന്ന രീതിയിൽ സോളോ ഡ്രാമയായി അവതരിപ്പിച്ച് കാഞ്ഞങ്ങാട്ടെ C നാരായണൻ പ്രേക്ഷക മനസ്സിൽ മികച്ച അഭിനയ പ്രതിഭയായി തിളങ്ങി. പ്രാവീണ്യവും സാമർഥ്യവും ഒത്തുചേർന്ന ഒരു അഭിനയ ശൈലിയായിരുന്നു നാരായണൻ മാക്ബത്ത് എന്ന സോളോ ഡ്രാമയിലൂടെ പ്രേക്ഷക മനസ്സിന് മുന്നിൽ വരച്ചു കാട്ടിയത്. മാക്ബത്തിൻ്റെ മാനസിക സംഘർഷങ്ങളെ നാടകത്തിലൂടെ വരച്ചു കാട്ടുവാൻ അഭിനേതാവിന് സാധിച്ചു. Almost supper. Why have you lit the chamber? Did you not ask for me? No, you're not. He has. We will not proceed in this business. He has honored me of late, and I have got golden opinions from every sort of people, which should be worn in his newest clothes. Not to ask to say so. Were you drunk when you tried to appear in the king's court? Are you afraid to be the same in your actions as you are in your asylum? Do you want to spend the rest of your life longing for a crown, knowing that you are nothing more than a coward? Please don't! I'm done enough to do anything a man should do. But there is something no human being should ever think of doing. What beast was it then that made you break the enterprise to me? I know how tender it is to love the babe that meets me. I would, while it was smiling in my face, have plucked my nipple from his boneless gums and dashed the brains out, had I so sown as you have done to us. If we would fail, he's not mango with 20 glasses on his now. Sorry, my dear friends. I forget that I have some strange infirmities, which is nothing those who know me. Now, welcome to all. Love and health to all. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം തലവനായിരുന്ന ശേഷാദ്രി മാസ്റ്ററുടെ ശബ്ദവും ചലനങ്ങളും ഭാവവും ഒരിക്കൽ കൂടി മാക്ബത്തിലൂടെ നാരായണൻ എന്ന ശിഷ്യൻ തങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു എന്ന് പല ഇംഗ്ലീഷ് സാഹിത്യ വിദ്യാർത്ഥികളും അഭിപ്രായപ്പെട്ടു. അനന്തകൃഷ്ണനാണ് നാടകം സംവിധാനം ചെയ്തത്. കാസർഗോഡ് എൻ്റെ സുഹൃത്ത് ഗോപാലകൃഷ്ണൻ്റെ മകനാണ് അശ്വത്താണ്. കാനത്തൂർ രണ്ടുപേരും സ്കൂൾ ഓഫ് ഡ്രാമയെന്ന് ബന്ധം കഴിഞ്ഞവരാണ്. ഹലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യത്തെ സോളോ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു സോളോ നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അത് അദ്ദേഹം വളരെ നന്നായി ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇനിയും വേദികൾ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ പ്രൊസീനെ മാത്രമല്ല, പലതരത്തിലുള്ള ഇത് ചിലപ്പോൾ വെളിയിൽ പുറത്ത് ഗ്രൗണ്ടിലായിരിക്കും. ദീപസംവിധാനം നിർവഹിച്ചത് അശ്വത് മുത്തപ്പനും മ്യൂസിക് കൈകാര്യം ചെയ്തത് നാരുപാറൈ സെയിൽ എന്ന കലാകാരനുമാണ്. ലേഡി മാക്ബത്തിന് ശബ്ദം നൽകിയത് രഞ്ജിനി ജയരാജനാണ്.
ഓക്സ്ഫോർഡ് ടൈലേഴ്സ് ഭാസ്കരൻ്റേതാണ് കോസ്റ്റ്യൂംസ്. അനന്തകൃഷ്ണന്റെ സംവിധാനവും അതിനൊത്ത പശ്ചാത്തല സംഗീതവും ദീപവിധാനവും ശബ്ദവിന്യാസവും കോസ്റ്റ്യൂംസും നാടകത്തിന് ഏറെ ദൃശ്യചാരുത പകർന്നു. തിരശ്ശീലയ്ക്ക് പിന്നിലാണെങ്കിലും ലേഡി മാക്ബത്തിന് ശബ്ദം നൽകിയ രഞ്ജിനി ജയരാജന്റെ ശബ്ദമാധുരി ഏറെ പ്രശംസനീയമായിരുന്നു. കാഞ്ഞങ്ങാട്ടെയും മറ്റും ഉന്നതരായ പല വ്യക്തികളും നാടകം കാണുവാൻ വളരെ നേരത്തെ തന്നെ UBMC സ്കൂളിൻ്റെ വേദിയിൽ എത്തിയിരുന്നു. അഡ്വക്കേറ്റ് CK ശ്രീധരൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ KP ജയരാജൻ, നെഹ്റു കോളേജ് മുൻ പ്രിൻസിപ്പൽ KP മാധവൻ നായർ, കവി നാലപ്പാടം പത്മനാഭൻ, ചരിത്രകാരൻ ഡോക്ടർ C ബാലൻ മാസ്റ്റർ എന്നിവരുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയിലെ നായകൻ KU മനോജ്, ഖസാക്കിന്റെ ഇതിഹാസം എന്ന നാടകത്തിലെ അഭിനേതാവ് CK സുനി, പ്രമുഖ നാടക സംവിധായകനും അഭിനേതാവുമായ ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർ തുടങ്ങി ജില്ലയിലെ പ്രമുഖ നാടക സിനിമാ പ്രവർത്തകരുടെ സാന്നിധ്യവും അഭിപ്രായവും വിലമതിക്കുവാനാകാത്തതായിരുന്നു. അതിലുപരി ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് ഒരു പ്രമുഖ ദിനപത്രത്തിൽ നിന്നും നാടക വാർത്തയറിഞ്ഞ് മംഗലാപുരത്തു നിന്നും എത്തിച്ചേർന്ന 80 വയസ്സ് പിന്നിട്ട 2 ഇംഗ്ലീഷ് പ്രൊഫസർമാർ നാടകം കാണുവാൻ എത്തിയതും നാടകത്തെക്കുറിച്ച് വിലയിരുത്തിയതുമായിരുന്നു. നാടകത്തിലൂടെ മാക്ബത്തായി അഭിനയിച്ച് ജീവിച്ച നാരായണൻ ഒരു മികച്ച കലാകാരനാണെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിലെ കലാസാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കും സാഹിത്യ നായകന്മാരുടെ ജന്മഗൃഹങ്ങളിലേക്കും 31-നും 1-നും സാംസ്കാരിക യാത്ര നടത്തുന്നു. സംഘടനയുടെ സംസ്ഥാന കാര്യാധ്യക്ഷൻ പ്രൊഫസർ PG ഹരിദാസ് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ കലയ്ക്കും മറ്റും ഏർപ്പെടുത്തിയിരുന്ന ഈ പല തരത്തിലുള്ള വിലങ്ങുകൾക്കും എതിരെ പ്രതികരിച്ചുകൊണ്ടാണ് 1975 തപസ്യ കലാസാഹിത്യവേദി പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ 50-ാം വാർഷികമാണ്. കഴിഞ്ഞ ഫെബ്രുവരി 4-ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. ഒരു വർഷക്കാലമായിരുന്നു ഇതിൻ്റെ ഒരു ആഘോഷ പരിപാടി. അതിൻ്റെ സമാപനം അടുത്ത മാസം, അത് ഫെബ്രുവരിയോടുകൂടി അതിൻ്റെ ഒരു വർഷത്തെ സമാപനം നടക്കുകയാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ജില്ലകളും പല പരിപാടികളും ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾ അന്ന് അതിന് സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്ത ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ അത് ഒരു സാംസ്കാരിക യാത്ര നടത്തും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ കല, സാഹിത്യം, സംസ്കാരം, ഭാരതീയമായിട്ടുള്ള എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ ബഹുഭാഷ സംഗമ ഭൂമിയാണ്. മുമ്പേ സപ്തഭാഷ എന്നൊക്കെ പറയും, പക്ഷേ 12 ഭാഷകളിലധികം നിലനിൽക്കുന്നു എന്നാണ് നമ്മളൊരു ഇപ്പോൾ സാറൊക്കെ അതിൻ്റെ നമ്മളൊരു തപസ്യൻ്റെ ഒരു പരിപാടി നടത്തുകയുണ്ടായി. അതിൽ 12 ഭാഷകളിൽ ആ പരിപാടി അതിൻ്റെ വേർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബഹുഭാഷ സംഗമഭൂമിയായ ഈ കാസർഗോഡ് ജില്ലയിൽ അതുകൊണ്ട് തന്നെ സംസ്കാരത്തിലും സാഹിത്യത്തിലും കലയിലും എല്ലാത്തിലും അതിൻ്റെ ഒരു സ്വാധീനമുണ്ട്. അപ്പോൾ നമ്മൾ മൺമറഞ്ഞു പോയ ഈ കാസർഗോഡ് ജില്ലയിലെ മഹാരഥന്മാരായിട്ടുള്ള കവികൾ, സാഹിത്യകാരന്മാർ, അതുപോലെ കലാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഈ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആദരിക്കുക, അതുപോലെ തന്നെ മൺമറഞ്ഞു പോയവരുടെ ജന്മഗൃഹം സന്ദർശിച്ച് അപ്പോൾ അതിന് ആദരം അർപ്പിക്കുക തുടങ്ങിയ ഇതാണ്. അപ്പോൾ അതൊരു 2 ദിവസങ്ങളിലായിട്ടാണ് ഈ പരിപാടി. അതായത് ഒന്ന് മലയാളത്തിൻ്റെ ഒരു ഇത്, അതായത് ചെറുവത്തൂർ മഹാകവി കുട്ടമത്ത്, കാസർഗോഡിൻ്റെ അഭിമാനമായിട്ടുള്ളൊരു കവിയാണ് മഹാകവി കുട്ടമത്ത്. ആ കുടുംബം തന്നെ കവി കുടുംബമാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ 31-ാം തീയതി രാവിലെ 10 മണിക്കാണ് ഇതിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് അതിയാമ്പൂർ, അതായത് കാഞ്ഞങ്ങാട് അതിയാമ്പൂർ രസിക ശിരോമണി കോമൻ നായരുടെ വീട്ടിൽ അദ്ദേഹത്തിന് ഈ പുഷ്പാർച്ചന ചെയ്ത് ആദരിക്കും. അതുപോലെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന കലാകാരന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനായ, എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് നമ്മുടെ കാനായി കുഞ്ഞിരാമൻ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അവശതയുണ്ട്, കാരണം ശാരീരികമായ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ ആദരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ദിവസം ഉച്ചഭക്ഷണം ആനന്ദാശ്രമം, നമ്മളൊരു സാംസ്കാരിക കേന്ദ്രം, ആധ്യാത്മിക സാംസ്കാരിക കേന്ദ്രമാണ് ഈ ആനന്ദാശ്രമം. അപ്പോൾ അവിടെ ഉച്ചഭക്ഷണത്തിന് ശേഷം മലയാളത്തിൻ്റെ അഭിമാനമായ കവിയായ P കുഞ്ഞിരാമൻ നായരുടെ വെള്ളിക്കോത്തുള്ള അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ എത്തുകയും
അദ്ദേഹത്തിൻ്റെ മക്കൾ 3 പേരാണ് ഇപ്പോൾ അവിടെ നമ്മൾ ആദരിക്കാൻ പോകുന്നത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ മകൻ എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള വി രവീന്ദ്രൻ മാഷ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൂത്ത മകളായിട്ടുള്ള ലീലാവതി ടീച്ചർ, അതുപോലെ രാധമ്മ, ഇവരെ ആദരിക്കും. അതുപോലെ തന്നെ അങ്ങനെ മഹാകവിയുടെ വീട് സന്ദർശിച്ചതിന് ശേഷം നമ്മൾ ഈ കണ്ണൻ പാട്ടാളി, നമ്മൾ അരവത്തുള്ള കഥകളിയുടെ ഇതായിട്ടുള്ള കണ്ണൻ പാട്ടാളി അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിൽ, അപ്പോൾ അവിടെ ഒരു സന്ദർശനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ നമ്മൾ പുഷ്പാർച്ചന ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ DYSP ഡോക്ടർ വി ബാലകൃഷ്ണൻ അതുപോലെ തന്നെ ആ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളുമായിട്ട് സംവദിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ പരവനടുക്കത്താണ് ഹസൻ ബായ്, നമ്മുടെ ഉസ്താദ് ഹസൻ ബായിക്ക് ഒരു ആദരം പരവനടുക്കത്ത് തിരിച്ചു. അതേപോലെ ഒരു തബലിസ്റ്റ് ശ്രീ മുരളീധരൻ. അപ്പോൾ 2 പേരെ അവിടെ ആദരിച്ചതിന് ശേഷം, അതുപോലെ തന്നെ നമ്മുടെ തപസ്യയുടെ മുൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന നമ്മളെ ജില്ലക്കാരനായിരുന്നു ഈ മേലത്ത് ചന്ദ്രശേഖരൻ സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലും സന്ദർശിച്ച് പുഷ്പാർച്ചന നടത്തി. അതിനുശേഷം നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു കലാകാരനായിരുന്നു ശ്രീ ബാബുറായ്. 103 വയസ്സാണ് അദ്ദേഹത്തിന്. ഇന്നും ഒരു മൃദംഗിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ പോയി കണ്ടു. അത്രയും ഇതുള്ള ഒരു മാന്യദേഹമാണ് ശ്രീ ബാബുറായ്. അദ്ദേഹത്തെ ആദരിച്ചതിന് ശേഷം ആദ്യത്തെ ദിവസത്തെ സമാപനം പുലിക്കുന്നിൽ നമ്മളെ ബൊമ്പയാട്ട കലാകാരൻ ശ്രീ അന്തർദേശീയ തലത്തിൽ തന്നെ പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ ബൊമ്മയാട്ടത്തിൻ്റെ കേന്ദ്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ അന്ന് പരിപാടി സമാപിക്കുകയാണ്. 31 രാവിലെ ചെറുവത്തൂർ കുട്ടമത്ത് കവിഭവനത്തിൽ പ്രൊഫസർ PG ഹരിദാസ് യാത്ര ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രമുഖ വ്യക്തികളെ ആദരിക്കും. കാറടുക്കയിൽ ശില്പി PS പുണിഞ്ചിത്തായയുടെ കലാഗ്രാമത്തിൽ സാംസ്കാരിക യാത്ര സമാപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തപസ്യ ജില്ലാ രക്ഷാധികാരി പ്രൊഫസർ ശ്രീനാഥ് കല്ലക്കട്ട, ജില്ലാ പ്രസിഡന്റ് K ബാലചന്ദ്രൻ പെരിയ, ജനറൽ സെക്രട്ടറി T ദിനേശൻ കാഞ്ഞങ്ങാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മിസ്ബാഹുൽ ഹുദാ ദർസിന്റെ 39ാം വാർഷികവും ഇഷ്ക് മജ്ലിസും വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിക്ക് നടക്കും. അസയ്യദ് സഖാഫ് തങ്ങൾ ഡിഫാഹിയ നഗർ പതാക ഉയർത്തുന്നതോടെയായിരിക്കും പരിപാടി നടക്കുക. കേരളത്തിലും കർണാടകയിലുമുള്ള വിവിധ മഹല്ലുകളിൽ സേവനം ചെയ്തുകൊണ്ട് നൂറുകണക്കിന് ആലിമീങ്ങളെ വാർത്തെടുത്ത് സമുദായത്തിന് ദീനിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MP ഉസ്താദ് അവറുകളുടെ മാത്തായ ദർസിൻ്റെ 39ാം വാർഷികവും ഇഷ്ക് മജ്ലിസും ഈ വരുന്ന 29ാം തീയതി നാളെ വൈകുന്നേരം വിവിധ പരിപാടികളോടുകൂടി ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഈ 39 വർഷത്തോളം ദർസ് നടത്തിയിട്ട് ഒരുപാട് പണ്ഡിതമാത്തുക്കൾ, ഒരുപാട് വിരുദ്ധധാരികളായ ഉലമാക്കളെ വാർത്തെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, ഉസ്താദിൻ്റെ ദർസിൽ നിന്ന് പഠിച്ച വലിയ പണ്ഡിതന്മാർക്ക് ഉസ്താദിൻ്റെ കീഴിലായിക്കൊണ്ട് അൽ മുർഷിദി എന്നുള്ള ബിരുദവും നൽകുന്നുണ്ട്. അതിൻ്റെ വാർഷിക പരിപാടികൾ പലപ്പോഴായി നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന MP ഉസ്താദ് അവറുകൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം ഷെയ്ഖുന ഖാസിം ഉസ്താദ് അവറുകളുടെ അരുമ ശിഷ്യനും കൂടിയാണ്. മാത്രവുമല്ല, മത ഭൗതിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി പണ്ഡിത മഹത്തുക്കളുടെ ഉസ്താദും കൂടിയാണ്. അപ്പോൾ മഹാനവറുകളുടെ ദർസ് ഉപ്പള മണ്ണങ്കുഴി തെക്കേക്കുന്ന് റോഡിൽ റിഫാഹിയ മസ്ജിദിൽ കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ 40ഓളം മുത്താലിമീങ്ങൾ ഉസ്താദിൻ്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ഈ നാട്ടുകാരായ ആളുകൾ അതിന് എല്ലാ നിലക്കും സഹകരിച്ചുകൊണ്ട് ആ മാത്തായ ദർസ് വളരെ നല്ല നിലക്ക് മുന്നോട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി മതവും ഭൗതികവും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതികളോടൊക്കെ കൂറ് പുലർത്തിക്കൊണ്ട് നല്ല നിലക്കിന് മുന്നോട്ട് പോകണമെന്നുള്ള വലിയ ദർസുകളും വലിയ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുക്കണമെന്നുള്ള വലിയ ഉദ്ദേശവും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ 39ാം വാർഷികവും അതോടനുബന്ധിച്ച് ഈ വർഷം 7ഓളം മുത്താലിമീങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന മുത്താലിമീങ്ങൾ ഉപരിപഠനത്തിനായി പോകുന്നുണ്ട്. അവർക്കുള്ളൊരു യാത്രയപ്പും കൂടിയുണ്ട്. കഴിഞ്ഞ വർഷം ഉപരിപഠനം കഴിഞ്ഞ് വന്ന 4ഓളം യുവ പണ്ഡിതന്മാരെ സ്വീകരിക്കുകയും
അവരെ സമുദായത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നൊരു പരിപാടിയും കൂടി അതിനോടനുബന്ധിച്ചുണ്ട്. അസ്ർ നിസ്കാരാനന്തരം ഞങ്ങളുടെ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. സയ്യിദ് സക്കാഫ് തങ്ങൾ റിഫാഹി നഗർ പതാക ഉയർത്തും. അതിനുശേഷം മഗ്രിബിന് ശേഷം കുമ്പോൽ സയ്യിദ് തറവാട്ടിലെ കാരണവർ ബഹുമാനപ്പെട്ട സയ്യിദ് അലി തങ്ങൾ കുമ്പോൾ നേതൃത്വം നൽകും. MP മുഹമ്മദ് സാദി, മൊയ്തീൻ ഹാജി, ഇസ്മായിൽ അസ്ഹരി അൽ മുർഷിദി, ഇബ്രാഹിം കുന്നിൽ, സിദ്ദിഖ് ഫൈസി അൽ മുർഷിദി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉഭയകക്ഷി കരാർ പ്രകാരമുള്ള പഞ്ചദിന ബാങ്കിംഗ് അംഗീകരിക്കുക എന്ന ആവശ്യമുയർത്തി ബാങ്ക് ജീവനക്കാരുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാജ്യവ്യാപക പണിമുടക്ക് നടത്തി. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ലീഡ് ബാങ്കിന് മുന്നിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഉഭയകക്ഷി കരാർ പ്രകാരമുള്ള പഞ്ചദിന ബാങ്കിംഗ് അംഗീകരിക്കുക എന്ന ആവശ്യമുയർത്തി ബാങ്ക് ജീവനക്കാരുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാജ്യവ്യാപക പണിമുടക്ക് നടത്തി. പണിമുടക്കിന്റെ ഭാഗമായി കാസർഗോഡ് ലീഡ് ബാങ്കിന് മുന്നിൽ പ്രകടനം നടത്തി. നിരവധി ജീവനക്കാർ പ്രകടനത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ നീതി പാലിക്കുക. കേന്ദ്ര സർക്കാർ നീതി പാലിക്കുക. കേന്ദ്ര സർക്കാർ നീതി പാലിക്കുക. കേന്ദ്ര സർക്കാർ നീതി പാലിക്കുക. ചർച്ചകൾ ക്രിയാത്മകമാക്കുക. ചർച്ചകൾ ക്രിയാത്മകമാക്കുക. തൊഴിലാളികളെ മാനിക്കുക. തൊഴിലാളികളെ മാനിക്കുക. ബൈപാർട്ടൈറ്റ് ധാരണ അംഗീകരിക്കുക. ബൈപാർട്ടൈറ്റ് ധാരണ അംഗീകരിക്കുക. ഫ്രൈഡേ ബാങ്കിംഗ് നടപ്പിലാക്കുക. ഫ്രൈഡേ ബാങ്കിംഗ് നടപ്പിലാക്കുക. ഉഭയകക്ഷി ചർച്ചകൾ മാനിക്കുക. ഉഭയകക്ഷി ചർച്ചകൾ മാനിക്കുക. ധാരണകൾ നടപ്പിലാക്കുക. ധാരണകൾ നടപ്പിലാക്കുക. കേന്ദ്ര സർക്കാർ നീതി പുലർത്തുക. കേന്ദ്ര സർക്കാർ നീതി പുലർത്തുക. വിവേചനം അവസാനിപ്പിക്കുക. വിവേചനം അവസാനിപ്പിക്കുക. കേന്ദ്ര സർക്കാർ നീതി പുലർത്തുക. കേന്ദ്ര സർക്കാർ നീതി പുലർത്തുക. ആനന്ദ് MK, രാഘവൻ K, മനു മനേക്, ജിഷ കൃഷ്ണൻ A, പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അനിശ്ചിതകാല പ്രക്ഷോഭത്തിലേക്ക്. ഇതിന്റെ ഭാഗമായുള്ള വാഹനജാഥയുടെ ജില്ലാ ഉദ്ഘാടനം മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ നടന്നു. രണ്ടായിരത്തി 2021 മുതൽ നിർത്തലാക്കിയ 10% ക്ഷാമാശ്വാസം പുനഃസ്ഥാപിക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കി 15% ഇടക്കാലാശ്വാസം അനുവദിക്കുക, മെഡിസെപ്പ് മാതൃകയിൽ മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പിലാക്കുക, പെൻഷൻ പരിധി വർദ്ധിപ്പിക്കുക, മെഡിക്കൽ അലവൻസ് ഉയർത്തുക, പെൻഷൻ ബോർഡ് ഫണ്ടിലേക്ക് സംഘങ്ങളുടെ വിഹിതം ഉറപ്പാക്കുക, പെൻഷൻ ബോർഡിൽ പെൻഷൻകാരുടെ പ്രതിനിധ്യത ജീവനക്കാരുടെ പ്രതിനിധ്യതയ്ക്ക് തുല്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം നടത്തുന്നത്. സംസ്ഥാന സമരപ്രചരണ ജാഥയ്ക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ നേതൃത്വം നൽകി. AM മേരി ടീച്ചർ ജാഥ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ KR ജയാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം കൺവീനർ കൃഷ്ണൻ മണിയാണി സ്വാഗതം പറഞ്ഞു. സഹകരണ ജനാധിപത്യവേദി ജില്ലാ ചെയർമാൻ K നീലകണ്ഠൻ, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് UK സൈഫുല്ല തങ്ങൾ, BJP ജില്ലാ കമ്മിറ്റി അംഗം യാദവ ബഡാജെ, സംഘടനാ സെക്രട്ടറി രാമകൃഷ്ണ കടമ്പാർ എന്നിവർ ആശംസകൾ നേർന്നു. സംഘടനാ പ്രസിഡന്റ് CV നാരായണൻ, സെക്രട്ടറി M വിജയൻ എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ സഹകരണ മേഖലയെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച സഹകരണ പെൻഷൻകാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ആവശ്യമായ ഫണ്ട് പെൻഷൻ ബോർഡിൽ ഉണ്ടായിട്ടും സർക്കാർ ഖജനാവിന് ബാധ്യതയില്ലാതെ അനുവദിക്കാവുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ പൊതുജന ശ്രദ്ധ ക്ഷണിക്കുന്നതിന്റെ ഭാഗമായാണ് സമരം. ഇന്ന് തുടക്കം കുറിച്ച സംസ്ഥാനതല വാഹന പ്രചരണ ജാഥ ഫെബ്രുവരി 9 മുതൽ 17 വരെ സെക്രട്ടേറിയറ്റ് നടയിൽ റിലേ സത്യാഗ്രഹവും ഫെബ്രുവരി 23 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരവും നടത്തുമെന്ന് സംഘടന അറിയിച്ചു. നമ്മൾ വിചാരിക്കും മുതലാളിത്ത രാജ്യങ്ങളിലെല്ലാം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളതെന്ന്.
ഇപ്പോൾ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ഫ്രാൻസ് ഒരു മുതലാളിത്തത്തിന്റെ ഭാഗമായി നിൽക്കുന്ന രാജ്യമാണെന്ന് നമ്മൾ പൊതുവെ മനസ്സിലാക്കുമ്പോഴും അതിനെ ആഴത്തിൽ പഠിച്ചാൽ നമ്മൾ മനസ്സിലാകും അവിടുത്തെ ജനസംഖ്യയുടെ കണക്കെടുത്താൽ ഏതാണ്ട് ഒരാൾക്ക് 2 അല്ലെങ്കിൽ 3 സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ട്. അത്രമാത്രം അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തോട് പോലും ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് സഹകരണ പ്രസ്ഥാനം. പലപ്പോഴും ചില പൊതു പരിപാടികളിലും അല്ലെങ്കിൽ പൊതുവെയുള്ള ഒരു സംസാരം സഹകരണ മേഖലയ്ക്ക് ഭാവിയില്ല, അത് വഴിമുട്ടിപ്പോകുന്ന ഒരു പ്രസ്ഥാനമാണെന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചുറ്റുപാടും കാണുന്ന ചില സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ചെറിയ ചില ചിന്തകളിൽ നിന്നാണ് അത്തരം സംസാരങ്ങൾ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും ശക്തമായ ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തൃക്കരിപ്പൂർ ഒളവറ ഗ്രന്ഥാലയത്തിന് പുതുതായി നിർമ്മിച്ച കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയം തുറന്നു. 3 ലക്ഷം രൂപ ചെലവിൽ 125 പേർക്ക് ഇരിപ്പിട സൗകര്യത്തോടെയാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത്. ഗ്രന്ഥശാല പ്രവർത്തനത്തിലും സാക്ഷരതാ പ്രവർത്തനങ്ങളിലും സംസ്ഥാന തലത്തിൽ തന്നെ നേതൃത്വം നൽകിവന്ന ഒളവറയിലെ കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെ നാമധേയത്തിൽ ഭാരതം സ്വാതന്ത്ര്യം നേടിയ വർഷത്തിൽ ഒളവറ ഗ്രാമത്തിൽ പ്രവർത്തനമാരംഭിച്ച ആദ്യകാല ഗ്രന്ഥാലയത്തിന്റെ അനുബന്ധമായാണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചത്. 3 ലക്ഷം രൂപ ചെലവിൽ 125 പേർക്ക് ഇരിപ്പിട സൗകര്യത്തോടെയുള്ള ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MK പ്രസന്ന നിർവഹിച്ചു. വനിതകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും കൂടി പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ ഓപ്പൺ ഓഡിറ്റോറിയം നമ്മുടെ ശരീരനായ ശ്രീ കുഞ്ഞിക്കണ്ണൻ മാഷുടെ നാമധേയത്തിലാണ്. ഇപ്പം ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കുഞ്ഞിക്കണ്ണൻ മാഷെ ആ മഹാത്മ്യത്തെക്കുറിച്ച്. ഇനി ഇത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, തൽക്കാലം നിർത്തുന്നു. ഗ്രന്ഥാലയം പ്രസിഡന്റ് TV വിജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് സുനിൽ പട്ടേന, പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ VK രതീശൻ, റിട്ടയർഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV രാഘവൻ മാസ്റ്റർ, ഗ്രന്ഥാലയം മുൻ സെക്രട്ടറി K നാരായണൻ, വനിതാവേദി പ്രസിഡന്റ് KV ശ്രീജ, ഗ്രന്ഥാലയം സെക്രട്ടറി C ദാമോദരൻ, TV ഗോപി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പൂരക്കളി അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വിശ്വകർമ്മജർക്ക് അർഹിക്കുന്ന സീറ്റ് നൽകണമെന്നാവശ്യം. കാഞ്ഞങ്ങാട് മാവുങ്കാൽ പുതിയകണ്ടം ശ്രീമദ് പരമശിവ വിശ്വകർമ്മ ക്ഷേത്രാങ്കണത്തിൽ നടന്ന യോഗം ക്ഷേത്രം ഉപാധ്യക്ഷൻ NA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വിശ്വകർമ്മജർക്ക് അർഹിക്കുന്ന സീറ്റ് നൽകുക, വിശ്വകർമ്മ ദിനമായ സെപ്റ്റംബർ 17 പൊതു അവധിയായി പ്രഖ്യാപിക്കുക, PSCയിലെയും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലെയും വിശ്വകർമ്മജരുടെ ഉദ്യോഗ സംവരണം ജനസംഖ്യാനുപാതത്തിൽ വർദ്ധിപ്പിക്കുക, ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ കോഴ്സുകൾക്കും വിശ്വകർമ്മ വിദ്യാർത്ഥികൾക്ക് അർഹിക്കുന്ന സംവരണം അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനുവരി 29 മുതൽ ഫെബ്രുവരി 4 വരെ കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന വിശ്വകർമ്മ ഐക്യവേദിയുടെ അവകാശ സംരക്ഷണ ജാഥ യാത്ര ആരംഭിച്ചു. കാഞ്ഞങ്ങാട് മാവുങ്കാൽ പുതിയകണ്ടം ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രാങ്കണത്തിൽ നടന്ന യോഗം ക്ഷേത്രം ഉപാധ്യക്ഷൻ NA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. വലിയ ഒരു മഹാസംഭവമായി മാറി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ട് നമ്മുടെ എല്ലാ അവകാശങ്ങളും നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു ഇതായി മാറട്ടെ. ഓരോ ജില്ലയിലും ഇതിങ്ങനെ കടന്നു പോകുമ്പോൾ എല്ലാ ജില്ലാ അധികാരികളും നമ്മളിങ്ങനൊരു ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്, എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് ശരിക്കും സർക്കാരിൻ്റെ മുന്നിൽ തീർച്ചയായും എത്തുന്ന പൂർണ്ണമായ വിശ്വാസം. അതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ ഈ അവകാശ സംരക്ഷണ ജാഥ വൻ വിജയകരമായി പോട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ഈ അവകാശ സംരക്ഷണ ജാഥ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പഞ്ചായത്ത് മുൻ അംഗം MV മധു അധ്യക്ഷത വഹിച്ചു. വിഷ്ണു ഹരി ജാഥാംഗങ്ങളെ പരിചയപ്പെടുത്തി. P ഗണേശൻ മുഖ്യപ്രഭാഷണം നടത്തി. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും ഭരണമണ്ഡലത്തിൽ നിന്നും ശക്തമായ മാറ്റങ്ങൾ വിശ്വകർമ്മ സമുദായത്തിനുണ്ടാകുമെന്ന് ജാഥ ക്യാപ്റ്റൻ Dr. B രാധാകൃഷ്ണ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു.
കൺവീനർ മോഹനൻ മാസ്റ്റർ സ്വാഗതവും ഐക്യവേദി വൈസ് ചെയർമാൻ കെ വേണു നന്ദിയും പറഞ്ഞു. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ ബി രാധാകൃഷ്ണൻ, റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ ബാലകൃഷ്ണൻ പുതിയകണ്ടം പതാക കൈമാറി. ജാഥ വൈസ് ക്യാപ്റ്റന്മാരായ കെ ചന്ദ്രൻ, കെ വേണു, KM രഘു, വിഷ്ണു ഹരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര സമാപന മഹാസമ്മേളനത്തിന് ഫെബ്രുവരി 4-ന് തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. ആദർശ വിശുദ്ധി നൂറ്റാണ്ടിലൂടെ എന്ന പ്രമേയത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തുന്ന 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന് ഫെബ്രുവരി 4-ന് കുണിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിൽ തുടക്കമാവും. ഇസ്ലാമിന്റെ പാരമ്പര്യവും പൈതൃകവും സംരക്ഷിക്കപ്പെടുക എന്ന ഉദ്ദേശത്തോടെ 1926-ൽ കോഴിക്കോട് വെച്ചാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത്. ആത്മീയ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക നവോത്ഥാന മേഖലയിൽ സൗഹാർദ്ദവും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. 2016 ഫെബ്രുവരി 16-ന് ആലപ്പുഴയിൽ നടന്ന സമസ്ത 90ാം വാർഷിക സമ്മേളനത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് 2026 ഫെബ്രുവരിയിൽ 100ാം വാർഷികം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചോ അതിൻ്റെ 15ഓളം പോഷക സംഘടനകളെ സംബന്ധിച്ചൊന്നും നിങ്ങളോട് വിശദമായി പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ പ്രസ്ഥാനം ഏകദേശം 100ഓളം വർഷം ഉള്ളതായിരിക്കും. ആ വർഷത്തിന് ഇടയിലായതുകൊണ്ട് ഏകദേശം 15ഓളം പോഷക സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. എല്ലാ സംഘടനകളും പോഷക സംഘടനകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയൊക്കെ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം ഇവിടെ നിലനിർത്താൻ വേണ്ടി, മനുഷ്യസ്നേഹം ഇവിടെ നിലനിർത്താൻ വേണ്ടി, ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം അത് നിലനിർത്താൻ വേണ്ടി, അതോടൊപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അതിൻ്റെ പ്രത്യേകമാവുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്. അത് വിശുദ്ധമാവുന്ന രീതിയിൽ മഹാനാവുന്ന നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് 2024 ജനുവരി 28-ന് ബംഗളൂരു പാലസ് ഗ്രൗണ്ടിൽ നടന്ന സമ്മേളനത്തോടു കൂടിയാണ് 100ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായത്. 100ാം വാർഷികത്തിന്റെ ഭാഗമായി UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, മലേഷ്യ, ലക്ഷദ്വീപ്, ആൻഡമാൻ, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ വിപുലമായ സമ്മേളനങ്ങൾ, കന്യാകുമാരി മുതൽ മംഗളൂരു വരെ 3 സംസ്ഥാനങ്ങളിലൂടെ സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിച്ച ശതാബ്ദി സന്ദേശയാത്ര, പ്രൊഫഷണൽ മജ്ലിസ് തുടങ്ങിയ പരിപാടികൾ നടന്നു. 100ാം വാർഷികാഘോഷങ്ങളുടെ സമാപന പരിപാടികൾക്ക് കുണിയയിൽ വിപുലമായ ഒരുക്കങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 33,313 പേർ പങ്കെടുക്കുന്ന പ്രതിനിധി ക്യാമ്പ്, ഗ്ലോബൽ എക്സ്പോ, ഗ്ലോബൽ ഉലമ കോൺക്ലേവ്, നാഷണൽ എജു കോൺക്ലേവ്, പൊതുസമ്മേളനം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾക്കായി 5 സ്ഥലങ്ങളിലായി 5 വേദികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായ ഗ്ലോബൽ എക്സ്പോ ജനുവരി 30-ന് വൈകുന്നേരം 4 മണിക്ക് കർണാടക ഹജ്ജ് വകുപ്പ് മന്ത്രി റഹീം ഖാൻ ഉദ്ഘാടനം ചെയ്യും. കാഴ്ചക്കാർക്ക് വിജ്ഞാനവും കൗതുകവും നൽകുന്ന എക്സ്പോയിൽ 31-നും ഫെബ്രുവരി 1-നും സ്ത്രീകൾക്കും 2 മുതൽ 8 വരെ പുരുഷന്മാർക്കുമാണ് പ്രവേശനം. ഫെബ്രുവരി 2-ന് വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് വരക്കൽ മഖാമിൽ സിയാറത്തും ലോകത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പതാകകൾ ഏറ്റുവാങ്ങലും നടക്കും. സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സിയാറത്തിന് നേതൃത്വം നൽകും. സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ പതാകകൾ ഏറ്റുവാങ്ങും. സമസ്ത ട്രഷറർ ഉമർ മുസ്ലിയാർ കോയോട്, വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ, കോട്ടുമല മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, ആറ്റശ്ശേരി മമ്മിക്കുട്ടി ഹസ്രത്ത് തുടങ്ങിയവർ പങ്കെടുക്കും. ഫെബ്രുവരി 3-ന് വരക്കലിൽ നിന്ന് പതാകകൾ കാസർഗോഡ് തളങ്കര മാലിക് ദിനാർ മഖാമിലേക്ക് എത്തിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സ്വാഗത സംഘം വൈസ് ചെയർമാൻ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, ജമലു ലൈലി, പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, സമ്മേളന കോർഡിനേറ്റർ കെ മോയിൻകുട്ടി മാസ്റ്റർ, കാസർഗോഡ് ജില്ലാ സ്വാഗത സംഘം ട്രഷറർ കുണിയ ഇബ്രാഹിം ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
കാഞ്ഞങ്ങാട് കവ്വായി മൊല്ലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ആണ്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 2026 ജനുവരി 31 മുതൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കവ്വായി മൊല്ലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ആണ്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 31 മുതൽ ഫെബ്രുവരി 8 വരെ തീയതികളിലായി നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 31 രാവിലെ തിരുവനന്തപുരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കലവറ നടക്കൽ ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത്. അന്ന് വൈകുന്നേരം നമ്മുടെ രത്നാചാര്യൻ ശ്രീ ഗോവിന്ദൻ മാങ്കുളത്തെ വരവേൽക്കുക, 5 മണിക്ക് വരവേൽക്കുകയാണ്. അതുപോലെ തന്നെ അന്ന് വൈകുന്നേരം വിവിധ കലാപരിപാടികൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പരമാവധി കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പല കലാപരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചത്. ഓരോ ദിവസവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഭജന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ ക്ഷേത്രങ്ങളിലെ കൈകൊട്ടിക്കളി ഉൾപ്പെടെയുള്ള അവിടുത്തെ മാതൃസമിതിയുടെ വിവിധ കലാപരിപാടികൾ വെച്ചിട്ടുണ്ട്. ഏറ്റവും പുതുമയാർന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് കവ്വായി മൊല്ലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ മാതൃസമിതികൾ കോൽക്കളി കൂടി ഇപ്രാവശ്യം ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. 31 രാവിലെ 10 മണിക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര, 5 മണിക്ക് യജ്ഞാചാര്യൻ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിക്ക് വരവേൽപ്പ്, തുടർന്ന് ഭാഗവത മഹാത്മ്യം പാരായണവും പ്രഭാഷണവും, രാത്രി 8 മണിക്ക് ഭജന. ഫെബ്രുവരി 1 മുതൽ ദിവസവും രാവിലെ 6:30 മുതൽ പാരായണവും പ്രഭാഷണവും. 6 ഉച്ചയോടെ ഭാഗവത സപ്താഹയജ്ഞത്തിന് സമാപനമാവും. വൈകുന്നേരം 5:30 തന്ത്രി മേക്കാട്ടില്ലത്ത് പത്മനാഭ പട്ടേലിക്ക് വരവേൽപ്പ്, ആചാര്യവരണം, ശുദ്ധികർമ്മങ്ങൾ. 6:30 സോപാന സംഗീതം, ഭജന. 8 രാവിലെ 7 മണിക്ക് മഹാഗണപതി ഹോമം, താന്ത്രിക കർമ്മങ്ങൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് മഹാപൂജ, തുലാഭാരം. 12:30 മുതൽ അന്നദാനം. വൈകിട്ട് 6 മണിക്ക് ദീപാരാധന, തായമ്പക, ഹാവിസ് പൂജ, ശ്രീഭൂതബലി. തിടമ്പ് നൃത്തത്തോടുകൂടി ആണ്ട് മഹോത്സവത്തിന് സമാപനമാവും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് ചെയർമാൻ എം കുഞ്ഞികൃഷ്ണൻ, സെക്രട്ടറി രാജേന്ദ്രൻ, ട്രഷറർ ഡോക്ടർ പി പവിത്രൻ, ജോയിന്റ് സെക്രട്ടറി അഭിലാഷ് തോയമ്മൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിന് വിപുലമായ ഒരുക്കം. ഫെബ്രുവരി 4 സംസ്ഥ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. ആരിക്കാടി ടോൾ പ്ലാസയിൽ നിന്നും യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ സമരസമിതി തീരുമാനം. ഇതിനിടെ ടോൾ പ്ലാസയിൽ നിന്ന് ജീവനക്കാരെ താൽക്കാലികമായി പിൻവലിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ഞായറാഴ്ച മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ഉദ്ഘാടനം ചെയ്യും. സകല മേഖലകളെയും തൊട്ടും തലോടിയും 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. കാസർഗോഡ് വികസന പാക്കേജിന് 80 കോടി രൂപ വകയിരുത്തി. ദേശീയപാതയിലെ പിലിക്കോട് മട്ടലായയിൽ ടയർ പൊട്ടിത്തെറിച്ച് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് തകർന്നു. 3 പേർക്ക് പരിക്ക്. കാസർഗോഡ് യുവാവിനെ ലോഡ്ജ് മുറിയിൽ ആക്രമിച്ച് പണം തട്ടിയെടുത്തതായി പരാതി. സംഭവത്തിൽ 4 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. മാക്ബത്തായി നിറഞ്ഞാടി കാഞ്ഞങ്ങാട്ട് SC നാരായണൻ. ഹോസ്ദുർഗ് UBMC സ്കൂളിലാണ് സോളോ ഡ്രാമ അരങ്ങിലെത്തിയത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.